ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ലോകം മൂന്നാമതൊരു ലോകമഹായുദ്ധത്തിലോട്ട് നീങ്ങുന്നു. ഈ ഒരു കാര്യമാണ് ലോകത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോഴും നടിക്കെന്ത് സംഭവിച്ചു എന്നുള്ളതും നടൻ എന്ത് സംഭവിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യമൊന്നും പലരും ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത്, ഒരു ചെറിയൊരു പയ്യനാണ്, അവൻ മെസ്സേജ് ചോദിച്ചു, ബ്രോ യുക്രൈൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണോ ഇല്ല റഷ്യയുടെ ഒരു പ്രദേശമാണോ എന്ന്. അത് കേട്ടപ്പോൾ ശരിക്കും ഒരു നിമിഷം നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഇന്നത്തെ സ്കൂളുകളിൽ പോലും കൃത്യമായിട്ട് ക്ലാസ്സിൽ നടക്കുന്നില്ല, ഓൺലൈനിലെ കുട്ടികൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ആ സമയത്ത് ലോകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് പോലും അറിയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഭാവിയുടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയേക്കെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി കണ്ടെത്താൻ പോകുന്നത്. അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളെ ഇന്ത്യ എങ്ങനെ കൗണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ആശയങ്ങളും പദ്ധതികളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, റഷ്യയും യുക്രൈനും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് അറിയാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഒരു 4 വീഡിയോസ് ഉണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും കണ്ടാൽ തന്നെ ഈ വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രശ്നം അതിപ്പോഴത്തെ ഒരു മൂർച്ചയിലോട്ട് എത്തിക്കാനായിട്ട്, ഇത്രയും മോശമാക്കി മാറ്റുവാനായിട്ട് റഷ്യ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് നിലകൊള്ളുന്നത്. അവിടെ മറുവശത്ത് നാറ്റോയുടെ തലപ്പത്തിരിക്കുന്ന അമേരിക്കയും ഒരു പ്രഥമ കാരണമായിട്ട് ഇന്ന് മാറിത്തീരുന്നുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പോലും റഷ്യ നാറ്റോയെ അക്യൂസ് ചെയ്തുകൊണ്ട്, നാറ്റോയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. റഷ്യ പറയുന്നത് നാറ്റോ യുക്രൈന് വേണ്ട സപ്പോർട്ട് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കി മാറ്റി തീർക്കാനാണ് ശ്രമിക്കുന്നത്. സോ റഷ്യയുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ നാറ്റോയുടെ ഭാഗമായിട്ട് യുക്രൈനെ മാറിക്കഴിഞ്ഞാൽ റഷ്യയുടെ മുഴുവൻ ഭാഗവും, റഷ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും ഈ നാറ്റോയിൽ കവചിതമാകും. സോ നാറ്റോ സൈനികരെ റഷ്യക്ക് ചുറ്റും നിൽക്കുമെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. എങ്ങനെയാണോ ക്യൂബയിൽ 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് രൂപപ്പെട്ടപ്പോൾ അമേരിക്ക അവർക്ക് ഭീഷണിയായിട്ട് മാറുന്നു പറഞ്ഞ് രംഗത്ത് വന്ന്, അതേപോലെ തന്നെയാണ് ഇന്ന് റഷ്യയും രംഗത്ത് വരുന്നത്. സോ ഇവിടെ റഷ്യ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചല്ല, ഇതൊരു പോയിന്റ് മാത്രമായി എടുത്താൽ മതി. കാരണം മറുവശത്ത് റഷ്യയും പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം ഒരു യുദ്ധമായി മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയും അവിടെ മുൻപന്തിയിലുണ്ടാവും. കാരണം ഇന്നത്തെ വാർത്ത എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ 2 രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ എൻ്റയർ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ന് ക്രാഷ് ആയിട്ടുണ്ട്. ഈവൻ ഇന്ത്യയിലെ സെൻസെക്സും നിഫ്റ്റി എല്ലാം തന്നെ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരൊറ്റൊരു എക്കോണമി മാത്രമേ ഒന്നെങ്കിലും റിക്കവർ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, ചൈന തന്നെയാണ്. എങ്ങനെ കോവിഡ് വന്നപ്പോഴും ചൈന റിക്കവർ ചെയ്തോ അതേപോലെ തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും ചൈന റിക്കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൽ നേട്ടം സ്വന്തമാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രാജ്യം ചൈന മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. അതിനു മുമ്പ് ഇതെങ്ങനെ ഇന്ത്യയെ ബാധിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. യുക്രൈനും റഷ്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വരാൻ പോകുന്നൊരു തീരുമാനം എന്ന് പറയുന്നത് റഷ്യയുടെ മേലെ സാമ്പത്തികമായ ഉപരോധം ഈ നാറ്റോ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ കൺട്രീസും ഏർപ്പെടുത്തുമെന്നാണ്. സോ അങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യ അതിന് തിരിച്ചടി നൽകാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്പിലോട്ട് കൊണ്ടുപോകുന്ന നാച്ചുറൽ ഗ്യാസും എണ്ണയെല്ലാം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. അവരുടെ പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂറോപ്പിൽ ഈ നാച്ചുറൽ ഗ്യാസിനും എണ്ണയ്ക്കും കൃത്യമായ ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ഇത് കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്ന എൻ്റയർ ഗ്ലോബിൻ്റെ ഓയിൽ പ്രൈസിനെയാണ്. സോ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ വർദ്ധിക്കും. അത് ഇന്ത്യയിലെ ഓൾറെഡി വർദ്ധിച്ചിരിക്കുന്ന എണ്ണയുടെ കൂടെ ഒന്ന് ആഡ് ആവുകയും ചെയ്യും. അപ്പോൾ ആലോചിച്ചാൽ മതി എങ്ങനെയെല്ലാം ഇത് നമുക്ക് എഫക്ട് ചെയ്യാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ആദ്യത്തെ ഒരു കാരണം മാത്രമായിട്ട് ഇത് എടുക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ എക്കോണമിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റി തീർന്നേക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യ ഇന്ന് യൂറോപ്പിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുമായിട്ടും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സംസാരിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ വിൽക്കുന്നത് അതേപോലെ തന്നെ യൂറോപ്പിലെ പല കൺട്രീസിലും കൊണ്ട് വിൽക്കാൻ സാധിക്കും. തിരിച്ച് അവർക്കും അതേപോലെ ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കും. സോ ടാക്സ് കുറവാകും. ടാക്സ് ഉണ്ടായില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പോലും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. അതിൻ്റെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ സമയത്ത് നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത് നിങ്ങളുടെ സാമ്പത്തികമായുള്ള പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് മാത്രമായിരിക്കും പുറത്തോട്ട് നോക്കുക. അതേ കാര്യം തന്നെയായിരിക്കും ഈ ഒരു കൺട്രീസ് എല്ലാം നടപ്പാക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും എല്ലാം തന്നെ അവർക്കുള്ള പ്രശ്നമായിരിക്കും ആദ്യം പരിഹരിക്കാൻ നോക്കുക. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ എക്കോണമി ബാധിക്കും. കാരണം പല കമ്പനീസും ഇന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. ഈ കമ്പനീസ് മുഴുവനായിട്ടും അത് സ്റ്റോപ്പ് ചെയ്തേക്കാം. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ എക്കോണമി കോവിഡ് മൂലം
തകർന്നു നിൽക്കുന്ന എക്കോണമി വീണ്ടും അത് ബാധിക്കും. സോ പലരും ഇതിനോടകം തന്നെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് 2030 ഇന്ത്യൻ എക്കോണമി ടോപ്പിലെത്തുമെന്ന്. ടോപ്പിലെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത തള്ളിക്കളയാനായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം മാത്രം തന്നെ ഒരു കാരണമായി തീർന്നേക്കാം. ഇത് മാത്രമല്ല, മറിച്ച് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായി മാറിയേക്കും. കാരണം ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ യുക്രൈൻ വിഷയം തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൗനമായിരിക്കും പാലിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പും ഇന്ത്യ പാലിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. 2014 ഇതേ യുക്രൈൻ്റെ ക്രീമിയ എന്ന് പറയുന്ന ഒരു പെനിൻസുല റഷ്യ അനക്സ് ചെയ്ത് അവരുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നു 2014. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന മൗനമായിരുന്നു. ഇന്ത്യ ആ വിഷയത്തിൽ റഷ്യ അനുകൂലിച്ചോ അല്ലെങ്കിൽ യുക്രൈന് സപ്പോർട്ടായിട്ടോ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റഷ്യയ്ക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് എടുക്കുകയും ചെയ്തു. മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ റഷ്യയ്ക്കുള്ള സമ്മതമാണ് ഇന്ത്യയുടെ ഒരു മൗനം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ അതിനെ സ്വീകരിക്കുകയും ഇത് എൻറ്റയർലി ഇന്ത്യ റഷ്യയ്ക്ക് അനുകൂലിക്കുന്ന ഒരു തീരുമാനമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ യുക്രൈൻ്റെ പല ഡീലിങ്സും ഇന്ത്യക്ക് സ്തംഭിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ സമയത്ത് ഇന്ത്യ യു എനിൽ കൊണ്ടുവന്നൊരു അനക്സേഷൻ അതിൽ പോലും ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഈ ഒരു ക്രീമിയ എന്ന് പറയുന്ന പെനിൻസുല റഷ്യയുടെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ. സോ അത് ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് റഷ്യ സപ്പോർട്ട് ചെയ്ത് മാറിയത് അന്ന് അമേരിക്കയെ ചൊടിപ്പിച്ചൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്നും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ആ മൗനം പാലിക്കാൻ ശ്രമിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയുടെ ഒരു വിരോധത്തിന് കാരണമായേക്കാം. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് വലിയൊരു തലവേദനയായിട്ട് മാറിത്തീരും. മാത്രമല്ല ഇവിടെ ചൈനയുടെ റോള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നലത്തെ വീഡിയോയിൽ ചൈനയും റഷ്യയും എങ്ങനെയാണ് കൂടുതൽ അടുക്കുന്നുവെന്നും ഇതെങ്ങനെ ഇന്ത്യക്ക് ഭീഷണിയാവാൻ തുടങ്ങിയ കാര്യത്തെപ്പറ്റി നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ചൈന ഒരു പ്രശ്നം ഉണ്ടാകണം, എങ്ങനെയെങ്കിലും അമേരിക്കയുടെ ശ്രദ്ധ മാറണമെന്നാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രം അവർക്ക് തായ്വാനെ ആക്രമിക്കാനും ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാക്കാനും ഒരു കാരണമായി തീർന്നേക്കാം. സോ ഇൻ കേസ് യുക്രൈനിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടേക്ക് തിരിയും. ആ സമയത്ത് തായ്വാനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന അമേരിക്ക ഒരു ടാസ്ക് ആയിട്ട് മാറിയേക്കാം. കാരണം ഓൾറെഡി അതിൻ്റെ വാർണിംഗ്സ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 39 പ്ലെയിൻസ് ചൈന തായ്വാൻ്റെ എയർ ഡിഫൻസ് സോണിലോട്ട് എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ തായ്വാനെ ചൈന ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും അതിർത്തിയിൽ കൂടുതൽ ശക്തമായ ഒരു സജ്ജമായിരിക്കേണ്ട ആവശ്യത്തിലൂടെ എത്തിക്കും. കാരണം അതേ സമയത്ത് തന്നെ ഇന്ത്യക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചൈന ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ഇന്ത്യയും തായ്വാന് സപ്പോർട്ടായിട്ട് മാറുമോ എന്നുള്ള കാര്യം ചൈന പരിഗണിക്കും. സോ ആ സമയത്ത് ഇന്ത്യക്കൊരു യുദ്ധതുല്യമായ അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രശ്നത്തിലൂടെ എത്തിച്ചേക്കാം. കാരണം ഇവിടെ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. സോ റഷ്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം എന്ന് പലർക്കും തോന്നിയേക്കാം. തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ തലവേദനയായിട്ട് ഈ ഒരൊറ്റൊരു കാര്യം തന്നെ മാറിത്തീരും. ഒന്ന് സിമ്പിളായി ആലോചിച്ച് നോക്കാം. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. ആ സമയത്ത് റഷ്യയുടെ നിലപാടെന്ന് പറയുന്നത് ചൈനയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ നോക്കുകയാണെങ്കിൽ അന്ന് ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടക്കുന്ന സമയമാണ്. സോ ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസും ന്യൂക്ലിയർ മിസൈൽസും ഒക്കെ സ്ഥാപിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അമേരിക്ക അതിനെ എതിർത്തുകൊണ്ട് ഇറ്റാലിയിലും ബാക്കിയുള്ള പല രാജ്യങ്ങളിലും റഷ്യയെ ടാർഗറ്റ് ചെയ്തിട്ട് സോവിയറ്റ് യൂണിയനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ന്യൂക്ലിയർ മിസൈൽസ് സ്ഥാപിച്ചു. തുർക്കിയൊക്കെ ഒരു എക്സാമ്പിളാണ്. സോ അന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകുമെന്ന അവസ്ഥയിലായപ്പോൾ റഷ്യക്ക് സപ്പോർട്ടായിട്ട് ചൈന നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായുള്ള ഫ്രണ്ട്ഷിപ്പ് മാനിക്കാതെ റഷ്യ ചൈനയ്ക്ക് സപ്പോർട്ടീവായിട്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് കീപ്പ് ചെയ്യുകയും ചെയ്തു. സപ്പോർട്ടീവായിട്ട് ന്യൂട്രൽ സ്റ്റാൻഡ് എന്താ പറയുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ എങ്ങനെയാണോ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മൗനം പാലിക്കുന്ന അതേപോലത്തെ ഒരു കാര്യമായിരുന്നു റഷ്യ സ്വീകരിച്ചത്. സോ അതേ ഒരു തീരുമാനം മേ ബി ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ചൈന ഒരു ഡിമാൻഡ് വെക്കും, നിങ്ങളെ സഹായിക്കാം, അതായത് റഷ്യയെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ നാച്ചുറൽ ഗ്യാസും ഓയിലെല്ലാം തന്നെ ഞങ്ങൾ വേറെ രാജ്യങ്ങൾക്ക് നൽകാം, ഞങ്ങൾക്കതൊരു മീഡിയേറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇന്ത്യക്ക് വേണ്ട ടെക്നോളജീസോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ട സപ്പോർട്ട്സോ ഒന്നും നൽകാൻ പാടില്ലെന്ന് പറയും. തീർച്ചയായിട്ടും ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യക്കുള്ള ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് മാറിയേക്കാം. സോ ഇന്ത്യക്ക് എന്നത് കൂടുതലായിട്ടൊരു ആത്മനിർഭർ എന്ന് പറയുന്ന ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന് തടസ്സമായിട്ട് മാറും. കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഈ ഡെവലപ്പിംഗ് കൺട്രിക്ക് പല പ്രശ്നവുമുണ്ട്. സോ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ സഹായം വേണം. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും വേറൊരു രാജ്യം നമുക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം നേടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഇന്നത്തെ ഗ്ലോബൽ പവറിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമാണ്. സഹായമല്ല, ഫ്രണ്ട്ഷിപ്പാണ് അത്യാവശ്യമായിട്ട് മാറുന്നത്. സോ ആ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ താറുമാറായി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കും. കാരണം പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും റഷ്യയെ കൂടുതൽ നിർത്താനായിട്ട് പല ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു റഷ്യൻ പ്രസിഡന്റിന്റെ വിസിറ്റ് പോലും നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലോട്ട്. സോ ഒന്ന് ആലോചിച്ച് നോക്കാൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ രാജ്യങ്ങളും എങ്ങനെയെങ്കിലും അവരെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇന്ത്യ ഇതിനെങ്ങനെ കൗണ്ടർ ചെയ്യും? അതിനായിട്ട് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സൂചനയൊക്കെ നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഇത് ഓൾറെഡി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള കാര്യമാണ് ഇന്ന് സ്റ്റാർട്ടാക്കുന്നത്. കാരണം യുക്രൈനിൽ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇന്ത്യക്കും വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ ഏഷ്യയിലുള്ള 5 കൺട്രീസ് ഉണ്ട്.
തുർക്കിമിനിസ്ഥാൻ, തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസക്കിസ്ഥാൻ ഈ 5 കൺട്രീസിലും ഇന്ത്യ കൂടുതൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായി മാറാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ അന്ന് ഈ രാജ്യങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. സോ ഈ രാജ്യങ്ങളുമായിട്ടൊരു വിർച്വൽ മീറ്റിംഗ് 27-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ രാജ്യങ്ങളുള്ള കണക്ടിവിറ്റി പ്രോഗ്രാം ഇന്ത്യ ഓൾറെഡി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന INSTC എന്ന് പറയുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയും. ഇത് നോർത്തിനെയും സൗത്തിനെയും കണക്ട് ചെയ്യുന്ന യൂറോപ്പിലോട്ടും ഏഷ്യയിലോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ട് കോറിഡോർ വിവിധ പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തുറമുഖങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വന്ന നേട്ടമാണ്. കാരണം ചാബാർ പോർട്ട് ഇന്ത്യ നിർമ്മിക്കുന്നതിന് ഇങ്ങനത്തെ ഒരു പദ്ധതിയൊക്കെ മുന്നിൽ കണ്ടിട്ടാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യക്കുള്ള പല കാര്യങ്ങളും ഈ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. സോ അവിടെ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ സെൻട്രൽ ഏഷ്യയിൽ കൂടുതൽ ശക്തമായി മാറിയില്ലെങ്കിൽ അത് റഷ്യയുടെ ഇന്ത്യയുമായിട്ടുള്ള അപ്രോച്ചിൽ മാറ്റം വരുത്തിയേക്കാം. കാരണം ഇന്ത്യ വേറെ രാജ്യങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, കാര്യമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ റഷ്യ വീണ്ടും ആലോചിക്കും ഇന്ത്യയുമായിട്ട് സഹകരിക്കണമെന്ന്. സോ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ള പ്രശ്നം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ചൈന ഈ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ കൃത്യമായിട്ട് ഇന്ത്യയെ കൗണ്ടറിനായിട്ട് ഇന്നും ഇന്നലേക്കായിട്ട് ഈ രാജ്യങ്ങളുമായിട്ടൊരു രഹസ്യ ചർച്ചയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് വീണ്ടും ഒരു വിർച്വൽ മീറ്റിംഗ് ചൈന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചൈനയോട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനം എടുക്കാതിരിക്കാനും അവരെ കൂടുതലായിട്ട് ചൈനയിലോട്ട് അട്രാക്ട് ചെയ്യാനുമാണ്. കാരണം ഈ രാജ്യങ്ങളാണ് ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അവർ ഈ രാജ്യങ്ങളിലെല്ലാമായിട്ട് ഏകദേശം 37% ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്ന് മാത്രമാണ്. സോ ആ ഒരു കാര്യം മാത്രം മതി ചൈന എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇത്രയധികം അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുവെന്ന്. ഈവൻ ഈ രാജ്യങ്ങളുടെ 2005 മുതൽ 2020 വരെ $55 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചൈന നടപ്പാക്കിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ചൈന ഇവിടെ ഇന്ത്യക്ക് പല പ്രശ്നങ്ങളും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചേക്കാം. സോ യുക്രൈനിൽ ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെയെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഒരു ബൂമറാങ് പോലെ നമ്മളെ ബാധിക്കുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഡിഫൻസ് ഒക്കെ പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാനും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അറിയിക്കാനുമായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ കാണുക. സോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.